ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു. എന്നാൽ അതേസമയം തന്നെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് സ്ഥാനാർത്ഥി പട്ടിക പോലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അതിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും UDF-നെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MP-മാർ മാത്രം മത്സരിക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയുണ്ടായിരുന്നു. അതേ സാഹചര്യം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ CPM-യെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം 15 സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരെല്ലാമാണ് ആ മണ്ഡലങ്ങളിൽ വരുന്നത് എന്നറിയാനുള്ള വലിയൊരു ആകാംക്ഷ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം പലതരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാവരും പ്രബലരാണ് അല്ലെങ്കിൽ കരുത്തന്മാരാണ് എന്നുള്ളത് തന്നെയായിരുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നല്ലതാണ്. ഒരുപക്ഷെ UDF-ന്റെ സ്ഥാനാർത്ഥികളെ വെച്ച് ഒരു താരതമ്യ പഠനം നടത്തുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ വിജയ സാധ്യത എന്ന് പറയുന്നത് അത് അല്പം ഒരു ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യത കുറവാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് ആ രാഷ്ട്രീയ നിലപാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM-ന് കൃത്യമായ ലക്ഷ്യം തന്നെയുണ്ട്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം UDF കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളാണ് സ്വന്തമാക്കിയത്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് വലിയ സ്വാധീനമുള്ള CPM-ന്റെ കുത്തകകളായിരുന്ന ചെങ്കോട്ടകളായിട്ടുള്ള മണ്ഡലങ്ങൾ പോലും UDF പിടിച്ചെടുത്തവയിൽ പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. എന്നാൽ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കയ്യിൽ നിന്നും ആധിപത്യം നഷ്ടപ്പെട്ട എല്ലാ മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരൊറ്റൊന്നും തന്നെയാണ് യഥാർത്ഥത്തിൽ CPM-നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം KK ശൈലജയാണെങ്കിലും K രാധാകൃഷ്ണനെയാണെങ്കിലും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക തന്നെ CPM പുറത്തിറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ 15 മണ്ഡലങ്ങളിലും CPM-ന് പ്രതീക്ഷയുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഏറെ പ്രസക്തമാണ്. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ 15 മണ്ഡലങ്ങളിലല്ല. ചിലയിടത്തെല്ലാം തന്നെ UDF-ന്റെയോ അഥവാ ലീഗിന്റെയോ മേൽക്കൈ CPM-ന് കൃത്യമായി തന്നെ അറിയാമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ CPM യഥാർത്ഥത്തിൽ മത്സരിക്കുന്ന ബാക്കി 12 മണ്ഡലങ്ങൾ ഏതാണ് എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട് യഥാർത്ഥത്തിൽ CPM-ന് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ തന്നെയായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട് എന്നെല്ലാം പറയുന്നത്, പ്രത്യേകിച്ചും വടകര അല്ലെങ്കിൽ കണ്ണൂർ എന്നെല്ലാം പറയുന്ന സാഹചര്യത്തിൽ CPM-ന് വളരെയധികം സ്വാധീനമുള്ള മേഖലകൾ തന്നെയാണ്. പക്ഷേ CPM-ന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അതിനുശേഷം വരുന്നത് തൃശ്ശൂർ, പാലക്കാട്, ആലത്തൂർ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആറ്റിങ്ങൽ എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിൽ ആലത്തൂർ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രായം കുറഞ്ഞൊരു മണ്ഡലം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് PK ബിജു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കൈയടക്കം വെച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ. എന്നാൽ PK ബിജുവിന്റെ വിജയം കൂടി ഉറപ്പായിരുന്നു, അല്ലെങ്കിൽ ഉറപ്പാക്കിയ ഒരു മത്സരം കൂടിയായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടേക്കാണ് രമ്യ ഹരിദാസ് പാട്ടും പാടിക്കൊണ്ട് നടന്നു കയറിയുന്നത്. ഒരു വലിയൊരു ചരിത്രം തന്നെയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രമ്യ ഹരിദാസിന്റെ ആ വിജയം കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലം എന്ന് പറയുന്നത് അത് ഈ 12 മണ്ഡലങ്ങൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഈ 12 മണ്ഡലങ്ങളിലും CPM-ന് വിജയിച്ചേ തീരൂ എന്നുള്ള, അല്ലെങ്കിൽ അത്തരം ഒരു വലിയ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് CPM ഇപ്പോൾ കളത്തിൽ ഇറങ്ങുന്നത് എന്നാണ്. കാരണം ഇത് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. 2019 ഇനി 2024 ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ ചാലക്കുടി, എറണാകുളം, വയനാട്, പൊന്നാനി, കൊല്ലം, തിരുവനന്തപുരം ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു വലിയൊരു വിജയം നേടാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അതായത് UDF-ന് വളരെയധികം ആധിപത്യമുള്ള മണ്ഡലമാണ്. UDF-ന് വോട്ടുകൾ അധികം ശേഖരിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലങ്ങളിൽ CPM-ന് വലിയ പ്രതീക്ഷകളില്ലെങ്കിലും ബാക്കി മണ്ഡലങ്ങളെല്ലാം തന്നെ തിരിച്ചു പിടിക്കുക എന്നത് വലിയ ഒരു അജണ്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശക്തരായ സ്ഥാനാർത്ഥികൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ മാത്രം കളത്തിലിറക്കിക്കൊണ്ട് ഇത്തരം ഒരു മുന്നേറ്റത്തിന് മുതിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് KK ശൈലജ ടീച്ചറെ പോലും വടകരയിൽ, കാരണം വടകരയിൽ വരുന്നത് K മുരളീധരനാണ്. K മുരളീധരന്റെ ഒരു വടകരയിലെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്, അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വടകരയിലേക്ക് എത്തുന്ന ട്രെയിൻ യാത്ര പോലും വലിയ തരത്തിലുള്ള ചർച്ചയായിരുന്നതാണ്. കാരണം അദ്ദേഹം ആ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മാസ് എൻട്രി ആയിരുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഒരു നേട്ടം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴാണോ അവിടെ കാലുകുത്തിയത് ആ സമയം തന്നെ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിച്ചു.
അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു ഇമേജ് ആയിരുന്നു യഥാർത്ഥത്തിൽ കെ മുരളീധരന് വടകരയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ മുഴുവൻ കോൺഫിഡൻസും ആ ആത്മവിശ്വാസം എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, വടകരയിൽ കെ ശൈലജ ടീച്ചർ വന്നു കഴിഞ്ഞാലും വരട്ടെ, എനിക്കും കരുത്തരായ ഒരു നേതാവിനെ തന്നെയാണ് ആവശ്യം, താൻ തന്നെ ജയിക്കും എന്നെല്ലാം തന്നെ അദ്ദേഹം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്ര ചൂട് പിടിക്കുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് വടകരയിൽ കെ മുരളീധരന് എതിരാളിയായിട്ട് ആരെങ്കിലും നിർത്താൻ സാധിക്കുമെങ്കിൽ അതിന് CPIM എന്ന പാർട്ടിക്ക് പുറമെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പുറമേ നിന്നുള്ള കുറച്ച് വോട്ടുകൾ കൂടി വേണം. അതുകൊണ്ട് തന്നെയാണ് ജനപ്രീതിയുള്ള ഒരു വനിതാ നേതാവ് എന്നർത്ഥത്തിൽ ജനപ്രീതി ഏറെയുള്ള ഒരു പക്ഷേ LDF സർക്കാരിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവ് എന്നർത്ഥത്തിൽ കെ ശൈലജയെ തന്നെ വടകരയിൽ നിർത്താനായിട്ട് തീരുമാനിച്ചത്. അതേപോലെ തന്നെയാണ് ആലത്തൂരും വരുന്നത്. ആലത്തൂർ എന്ന് പറയുന്ന ഒരു സംവരണ മണ്ഡലമാണ്. സംവരണം എന്ന് പറയുമ്പോൾ അത് രമ്യ ഹരിദാസ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പാട്ടും പാടി നടന്ന കയറിയൊരു മണ്ഡലം കൂടിയാണ്. യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ പലതും ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് രമ്യ ഹരിദാസിനെ പോലെ ഒരു നേതാവിനെ ഒതുക്കാൻ കെ രാധാകൃഷ്ണനെ തന്നെ നിയമസഭയിൽ നിന്ന് അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നും ഇറക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യത്തെ കാര്യം സംവരണ സമവാക്യങ്ങളെല്ലാം തന്നെ അവിടെ പാലിക്കപ്പെടണമെന്നുള്ളത് പ്രധാന അജണ്ട തന്നെയാണ്. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച കൊണ്ട് ആലത്തൂര് നഷ്ടമാകാൻ പാടില്ല എന്ന് പറയുന്ന വലിയൊരു തീരുമാനം യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് CPM-ന് ഉയർന്നു വരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ 10-ന് മുകളിൽ വോട്ടുകൾ നേടുക എന്ന് പറയുന്ന വലിയ ഒരു ലക്ഷ്യം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോഴത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ CPM മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ 15 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും ആ 15 ഇടങ്ങളിൽ 12 ഇടങ്ങളിലാണ് യഥാർത്ഥത്തിൽ CPM ഉന്നം വെക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. CPM ആണെങ്കിലും CPI ആണെങ്കിൽ പോലും പലപ്പോഴും ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിലും CPIയുടെ മണ്ഡലമായിട്ടാണ് വരുന്നത്. അവിടെയാണെങ്കിൽ പോലും കൃത്യമായിട്ട് CPM-ന് അറിയാം എങ്ങനെയാണ് ആ വോട്ട് ഷെയറിംഗ് എല്ലാം തന്നെ വരുന്നത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ആ 15 മണ്ഡലങ്ങൾ CPIM-നുണ്ടെങ്കിൽ ബാക്കി 12 മണ്ഡലങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ CPIM ലക്ഷ്യം വെക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും LDF-ന്റെ വിജയ സാധ്യത എന്ന് കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേതുപോലെ വലിയ ഒരു പരാജയത്തിന് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കരുത്തരുടെ പട്ടിക തന്നെയാണ് യഥാർത്ഥത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ആ കരുത്തരുടെ പട്ടികയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കൂടി വിനിയോഗിക്കാൻ സാധിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ്. എന്നാൽ അതേസമയം തന്നെ LDF-നെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ LDF-ന് രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം. പക്ഷേ അത് അനുകൂലമാക്കി മാറ്റാനുള്ള എല്ലാ പ്രയത്നങ്ങളും യഥാർത്ഥത്തിൽ LDF-ന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇനി സ്ഥാനാർത്ഥികൾ അല്പം വീക്കായ സ്ഥലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ UDF-ന് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലാണെങ്കിൽ പോലും CPM-ന് ഇത്തരം പ്രയത്നത്തിലൂടെ ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ വോട്ട് അധികം നേടാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യവും തീർച്ചയാണ്.